വചനം ദൈവത്തിൻ വചനം നന്മകൾ ചെയ്യാനറിയൂ വചനം. വചനമറിഞ്ഞാൽ ആത്മാവുണരും ഹൃത്തിൽ. വചനം വചനം ദൈവത്തിൻ വചനം. വചനം വചനം ദൈവത്തിൻ വചനം. ഓളെ ആ നിമ്മി ആ ലില്ലി ഇങ്ങോട്ട് വന്നു. ഇവിടെ ഉണ്ടല്ലോ. എന്നാ ഞാൻ പോയിട്ട് വരാം. എന്താ ചേട്ടാ? നീങ്ങ വന്നേ. ചേട്ടാ ഒന്നവിടെ നിന്നേ. ഒന്നവിടെ നിന്നേ. എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കരുത്. എന്താ എന്തിനാ ഇങ്ങനെ ദേഷ്യപ്പെടുന്നത്? ദേഷ്യപ്പെടുന്നത് എന്തിനാന്നോ? എന്തെങ്കിലും കാരണം ഉണ്ടായിട്ടായിരിക്കുമല്ലോ. അല്ലാതെ രസത്തിന് ആരും ദേഷ്യപ്പെടാറില്ലല്ലോ. അതെനിക്കറിയാം. അതെന്താ കാര്യമെന്നാ ഈ ചോദിച്ചത്? അത് ഇവിടെ വെച്ച് തന്നെ പറയണോ? എടീ, മക്കളെ വളർത്തുമ്പോ അവരെന്ത് ചെയ്യുന്നു, എവിടെ പോകുന്നു എന്നൊക്കെ ആദ്യം അറിയേണ്ടതും തിരുത്തേണ്ടതും നല്ല വഴിക്ക് നടത്തുകയും ചെയ്യേണ്ടത് ആരാ? അമ്മമാര്. ചേട്ടാ എന്തെങ്കിലും ഉണ്ടെങ്കിലേ അത് വീട്ടിൽ ചെന്നിട്ട് പറഞ്ഞാ മതി. അല്ലാതെ ഈ വഴി കിടന്ന് ഒച്ച എടുക്കണ്ട. ആ, നിനക്ക് ഇവിടെ വെച്ച് തന്നെ എന്താണ് കാരണം എന്ന് അറിയണോണ്ടല്ലേ ഞാൻ പറഞ്ഞത്. എന്ത് കുരുത്തക്കേട് കാണിച്ചാലും ഒരു വക്കാലത്ത് പറച്ചില്. ഇപ്പൊ എന്തായി? എന്താ കുന്തം? നീങ്ങ വന്നേ. ദേ, ഇവിടെ ഒന്ന് പറഞ്ഞാലേ എനിക്ക് എന്നെ തന്നെ കൺട്രോൾ ചെയ്യാൻ പറ്റിയെന്ന് വരില്ല. കർത്താവിൻ്റെ ദാസൻ കലഹപ്രിയനായിരിക്കരുത്. എല്ലാവരോടും സൗമ്യതയുള്ളവനും യോഗ്യനായ അധ്യാപകനും ക്ഷമാശീലനുമായിരിക്കണം. എതിർക്കുന്നവരെ അവൻ സൗമ്യതയോടെ തിരുത്തണം. 2 തിമോത്തിയോസ് 2-ാം അധ്യായം 24-25 വാക്യങ്ങൾ. അവനെന്തേടി ആ വിൽസൺ? അവൻ തോമസിനെ കാണണമെന്ന് പറഞ്ഞ് രാവിലെ പോയതാ. ഇതുവരെ വന്നില്ല. എന്താ കാര്യം? ചോദിക്കാതെയും പറയാതെയും ഓരോന്ന് ഒപ്പിച്ച് വെച്ചിട്ടേ എന്താ കാര്യമെന്നോ? ദേ, നീയും കൂടി അറിഞ്ഞോണ്ടാണ് അതൊക്കെ. എന്റെ പൊന്നു ചേട്ടാ, ഒന്നുകിൽ നിങ്ങൾ കാര്യം പറയേ, അല്ലാതെ ഇങ്ങനെ വാലും തലയില്ലാതെ വർത്താനം പറയല്ലേ. അവൻ ചെയ്തു കൂട്ടുന്ന ഓരോ കാര്യങ്ങൾക്ക് ആളുകൾ എന്നെ ആ വഴിയിൽ തടഞ്ഞു നിർത്തുന്നത്. ആരാ? എന്തിനാ തടഞ്ഞു നിർത്തിയേ? അവൻ ആ പലിശക്കാരൻ ചാർലിയായിട്ട് എന്താ ഇടപാട്? എന്തടപാട്? അവൻ ചാർലിയുടെ ഇന്ന് പണം വല്ലതും മേടിച്ചിട്ടുണ്ടോ? എനിക്കറിയില്ല. എന്നാ ഇപ്പൊ അറിഞ്ഞോ? ഒരാഴ്ചത്തെ അവധിയും പറഞ്ഞേ 2 ആഴ്ച മുമ്പാ ആ ചാർലിയുടെ കയ്യിൽ നിന്ന് വണ്ടിയുടെ ബുക്കും പേപ്പറും വെച്ച് 25,000 രൂപ പലിശയ്ക്ക് വാങ്ങിന്ന്. 25,000 രൂപയോ? ആ, ഒരാഴ്ച കഴിഞ്ഞേ കാശ് കിട്ടാതായപ്പോ ചാർലി അവന്റെ ഓഫീസിൽ ചെന്നു. അപ്പൊ 10-12 ദിവസമായിട്ട് അവൻ ലീവാന്ന്. വിളിച്ചപ്പോ മൊബൈല് സ്വിച്ച് ഓഫ്. എന്റെ കർത്താവേ! ഓ, നിനക്ക് ഇവിടെ ഇരുന്ന് കർത്താവിനെ വിളിച്ചാ മതിയല്ലോ. ഇന്നാ ജംഗ്ഷനിൽ വെച്ച് ചാർലി തടഞ്ഞു നിർത്തി കാശ് ചോദിച്ചപ്പോ ഞാൻ അവിടെ നിന്ന് ഉരുകിപ്പോയി. ഒന്നേ ഉള്ളൂന്ന് കരുതി കുറച്ച് സ്വാതന്ത്ര്യം കൊടുത്തപ്പോ അത് ദുർവിനിയോഗം ചെയ്യാനാണ് അവന്റെ ഭാവങ്ങളുണ്ടല്ലോ. ഞാൻ സമ്മതിക്കില്ല. കഷ്ടപ്പെട്ടതിലും സമ്പാദിച്ചതിലും ബാക്കിയെന്ന് പറയാനായിട്ടേ ആകെ കുറച്ച് അഭിമാനം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പൊ അതുകൂടെ തീർന്നു. അതും നമ്മുടെ പൊന്നാര മോൻ കാരണം. അന്വേഷിച്ചറിയാതെ കുറ്റം ആരോപിക്കരുത്. ആദ്യം ആലോചന, പിന്നെ ശാസനം. കേൾക്കുന്നതിന് മുമ്പ് മറുപടി പറയരുത്. പ്രഭാഷകൻ 11-ാം അധ്യായം 7-8 വാക്യങ്ങൾ. അല്ലേട്ടാ, അതിപ്പോ എന്തിപ്പോ? അവന് കാശിന് വല്ല അത്യാവശ്യം ഉണ്ടെങ്കിലേ എന്നോട് ചോദിച്ചാ പോരെ. അവന്റെ എന്താ ആവശ്യ ഞാൻ നടത്തി കൊടുക്കാതിരുന്നിട്ടുള്ളത്? എന്നോട് പറയാതെയും ചോദിക്കാതെ ആ ചാർലിയുടെ കയ്യിൽ നിന്ന് പോയി കാശ് വാങ്ങിയത്. എന്നാലും 10-12 ദിവസം ഓഫീസിൽ പോകാതെ 25,000 രൂപ പലിശയ്ക്ക് എടുത്തിട്ട് എന്താ അവന്റെ പരിപാടി എന്ന് എനിക്കൊന്ന് അറിയണം. ദേ, അവൻ വരണത് ഏത് പാതിരാത്രിക്കാണെങ്കിലും എന്നെ കണ്ടിട്ട് അകത്ത് കയറിയാൽ മതി എന്ന് പറയണം. ആ
വേണ്ട ഏട്ടാ, അവനോട് വഴക്കിനൊന്നും പോവണ്ട. എന്തെങ്കിലും അത്യാവശ്യ കാര്യം ആയതുകൊണ്ടാവും അവൻ അങ്ങനെ ചെയ്തത്. എന്തായാലും നമുക്ക് സമാധാനമായിട്ട് ചോദിക്കാം. ആ സമാധാനിപ്പിച്ചേ ദേ നാട്ടുകാരെന്നെ വഴിയിൽ തടഞ്ഞു നിർത്തുന്നത് വരെ എത്തി. പോയിക്കൊള്ളണം എന്റെ മുമ്പിൽ നിന്ന്. അല്ലേ, ഇത് നല്ല പാട്. ഇതെന്തിനാ എന്റെ നേരെ മെക്കിട്ട് കയറുന്നത്? പിന്നെ ഞാൻ ആരുടെ അടുത്ത് മെക്കിട്ട് കയറണം? ലാളിച്ചേ അവനെങ്ങനെയാക്കിയതേ നീ ഒറ്റൊരുത്തിയ. എന്നിട്ടിപ്പോ സമാധാനിപ്പിക്കാൻ വന്നിരിക്കുന്നു. ദേ ഇനി നിന്റെ ഒരു വർത്താനവും എനിക്ക് കേൾക്കണ്ട. അവനിങ്ങോട്ട് വരട്ടെ, എനിക്കറിയാം എന്ത് ചെയ്യണമെന്ന്. ഒരു ചിന്തയും അവിടുത്തേക്ക് അജ്ഞാതമല്ല. ഒരു വാക്കും കർത്താവിന് മറഞ്ഞിരിക്കുന്നില്ല. പ്രഭാഷകൻ 42-ാം അധ്യായം 20-ാം വാക്യം. എന്റെ മാതാവേ. എടാ, നീ ഇങ്ങനെ ടെൻഷൻ അടിച്ചിറന്നു കഴിഞ്ഞാൽ പ്രശ്നങ്ങളൊക്കെ തീരുമോ? ഉണ്ടായ കാര്യം നീ വീട്ടുകാരോട് പറ, അല്ലാതെ എങ്ങനെയാടാ? അല്ല തോമസേട്ടാ, പറയുമ്പോൾ അത് എളുപ്പമാണ്. പക്ഷെ ഇതറിയുമ്പോൾ ഞാൻ എങ്ങനെ അപ്പച്ചനോടും അമ്മച്ചോടും ഇത് പറയും? ഇതെങ്ങനെ അവരെ പറഞ്ഞ് മനസ്സിലാക്കും? നിന്നെ നിന്റെ വീട്ടുകാർക്ക് വിശ്വാസമില്ലേ? ഇല്ലേ? അല്ല, അതുണ്ട്. വേണമെങ്കിൽ ഞാൻ നിന്റെ അപ്പച്ചനോട് പറയാം. ഏയ്, അതേതായാലും വേണ്ട. പറയുന്നെങ്കിൽ അത് ഞാൻ തന്നെ പറഞ്ഞോളാം. അല്ലെങ്കിലും ഇത് വീട്ടിൽ പറയാതിരുന്ന എനിക്കൊരു മനസ്സമാധാനവും കിട്ടില്ല. അത് തന്നെ ഞാൻ നിന്നോട് പറയുന്നത്. എന്തായാലും ഇത് വീട്ടിലറിയും. അത് കുറച്ച് നേരത്തെ എന്താ കുഴപ്പം? ഇത് ഇത്ര വലിയ കുരിശായി തീരുന്ന് അന്നേരം ഞാൻ കരുതിയില്ല. പറ്റിയത് പറ്റി. എങ്ങനെയെങ്കിലും ഇതിന്റെ അന്ന് തടിയൂരാൻ നോക്കും. തോമസേട്ടൻ അവിടെ എത്തിയതാ എനിക്കൊരു ആശ്വാസമായത്. ആ പലിശക്കാരൻ ചാർലിയെ എങ്ങനെ കൈകാര്യം ചെയ്യാനാ നിന്റെ പ്ലാൻ? എങ്ങനെയൊക്കെ പ്ലാൻ ചെയ്താലും അയാളൊരു നീരാളി. നാളെ അല്ലേ ആ ഹോസ്പിറ്റലിൽ കിടക്കുന്ന ആളെ ഡിസ്ചാർജ് ചെയ്യുന്നു പറഞ്ഞത്? അതെ. എങ്ങനെ അങ്ങോട്ട് പോകും? 5ഉം 10ഉം ഒക്കെ ആയിട്ട് ബില്ലൊക്കെ അടച്ച് ആകെ ഒരു വിധായി. ഒരു കാര്യം ചെയ്യ്, നീ വണ്ടി എടുക്കും. ആ, വിശ്വസ്ത സ്നേഹിതനെ പോലെ അമൂല്യമായി ഒന്നുമില്ല. അവന്റെ മാഹാത്മ്യം അളവറ്റതാണ്. പ്രഭാഷകൻ 6-ാം അധ്യായം 15-ാം വാക്യം. എന്താടാ? പുള്ളിക്കാരൻ കുറച്ച് ടൈറ്റിലാന്നാ പറയുന്നേ. ഓ എടാ, ഹോസ്പിറ്റലിൽ പണം അടച്ചില്ലെങ്കിൽ പ്രശ്നമല്ലേ? അവർക്ക് അഡ്രസ്സ് കൊടുത്തിട്ടുള്ളതല്ലേ? കണ്ടില്ലെങ്കിൽ അവരങ്ങനെ അന്വേഷിച്ച് വീട്ടിൽ വരും. നീ ഇപ്പം അത് വിട്, ഏതായാലും വണ്ടി എടുക്ക്. വാ. ഹലോ, ഇവിടെ ആരുമില്ലേ? ആരാ? ചേട്ടാ, ഇത് വിൽസന്റെ വീടല്ലേ? അതെ. ആരാ? എനിക്ക് മനസ്സിലായില്ല. അത് നമ്മൾ തമ്മിൽ ആദ്യം കാണുന്നോണ്ടാ. വാ. ആരാ ഏട്ടാ? എനിക്കറിയില്ല. അവൻ അന്വേഷിച്ചു വന്നതാ. മോനെ അന്വേഷിച്ചോ? എന്താ കാര്യം? ആരാ നിങ്ങള്? എൻ്റെ പേര് ജോണി. ഞാനിവിടുത്തെ വിൽസനെ ഒന്ന് കാണാൻ വേണ്ടി വന്നത്. അവനിവിടെ ഇല്ല. എന്തിനാ അവനെ കാണുന്നത്? അല്ല, 2 ദിവസമായിട്ടേ ആളെ അങ്ങോട്ട് കണ്ടില്ല. അതാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്. എങ്ങോട്ട് കണ്ടില്ല എന്ന്? അല്ല, ആശുപത്രിയിലേക്കേ. ആശുപത്രിയിലേക്കോ? അതെന്തിനാ? ആഹാ, അപ്പൊ കാര്യങ്ങളൊന്നും അവൻ നിങ്ങളോട് പറഞ്ഞില്ല അല്ലേ? ഇല്ല. എനിക്ക് തോന്നി.
എന്ത് കാര്യങ്ങളാ അവൻ പറഞ്ഞില്ല എന്ന് പറയണത്? അവൻ എന്തിനാ ആശുപത്രിയിലേക്ക് വരുന്നത്? എൻ്റെ അളിയനെ പെങ്ങളുടെ ഭർത്താവ് ആശുപത്രിയിലാ. 2 ആഴ്ച മുമ്പ് ഒരു അപകടം പറ്റിയതാ. അന്ന് എൻ്റെ അളിയനെ ഇടിച്ചത് ഇവിടുത്തെ വിൽസന്റെ വണ്ടിയാ. ആശുപത്രി കൊണ്ടുപോയതും അവൻ തന്നെയാ. കൂടെ അവൻ്റെ ഒരു കൂട്ടുകാരനുണ്ടായിരുന്നു. എന്റെ കർത്താവേ, ഞാൻ എന്തൊക്കെയായി കേൾക്കുന്നു. നീ മിണ്ടാതിരി. എന്നിട്ട് കാര്യങ്ങൾ നിങ്ങൾ വ്യക്തമായിട്ട് പറഞ്ഞേ. അല്ല, ടെൻഷനൊന്നും ആകണ്ട. ഇപ്പോൾ അളിയന് കുഴപ്പമൊന്നുമില്ല. 2 ആഴ്ചയായിട്ടെ അവിടുത്തെ കാര്യങ്ങളെല്ലാം നോക്കിയിരുന്നത് ഈ വിൽസനാ. എന്റെ മാതാവേ. 2 ദിവസമായിട്ട് ആളങ്ങോട്ട് വന്നിട്ടില്ല. ഇന്ന് ഡിസ്ചാർജാ. ബില്ലടയ്ക്കണ്ടേ? വിൽസനെ വിളിച്ചപ്പോൾ സ്വിച്ച് ഓഫ്. അതാണ് ഞാൻ അന്വേഷിച്ച് ഇങ്ങോട്ട് വന്നത്. ആളിപ്പോൾ എവിടെയാണ്? വല്ല ഐഡിയ ഉണ്ടാ? ബില്ലാവുന്നതിന് മുമ്പ് ആളെ തപ്പിയെടുക്കണ്ടേ? അതാ. കേട്ടോടി, നിന്റെ പൊന്നാരമോനെ ഒപ്പിച്ചു വെച്ചിരിക്കുന്ന കാര്യങ്ങൾ ഇത്രയൊക്കെ സംഭവിച്ചിട്ടും അവനൊരക്ഷരം നമ്മളോട് പറഞ്ഞോ? എന്നാലും എന്റെ കർത്താവേ, എന്റെ മോൻ ഇതെന്താ പറ്റിയത്? ദേ, ഇതിൽ കൂടുതൽ ഇനി എന്ത് പറ്റാനാ? ഇത്രയും വലിയൊരു സംഭവം നടന്നിട്ടും പലിശയ്ക്ക് പണമെടുത്ത് ഒറ്റയ്ക്ക് തീർക്കാൻ നടക്കുക. അതെ, നിങ്ങളിങ്ങനെ സംസാരിച്ചിരുന്നാൽ എങ്ങനെയാ? ഞാനിപ്പോൾ എന്താ ചെയ്യേണ്ടത്? അളിയനും പെങ്ങളും ഡിസ്ചാർജ് വാങ്ങി ഹോസ്പിറ്റലിൽ വെയിറ്റ് ചെയ്യാണ്. വിൽസനെ ഇത് കാശ് വാങ്ങിച്ചിട്ട് വേണം എനിക്ക് ബില്ലടയ്ക്കാൻ പോകാൻ. ഇനി ബില്ല് എത്ര ബാക്കി അടയ്ക്കാനുള്ളത്? ആശുപത്രിയിൽ 16,850 രൂപയുണ്ട്. പിന്നെ അതൊക്കെ വിട്ടേര്. എങ്ങനെ ഇരുന്ന് വെച്ചാൽ അളിയനാ? ഇനിയിപ്പോൾ അളിയനെങ്ങാനും അറിയാണ്ട് കണ്ണാടി നോക്കിയാലുണ്ടല്ല, അളിയന് സഹിക്കാൻ പറ്റുമോ? ഇനി എന്തൊക്കെ വാങ്ങി തിന്നാലാണ് എനിക്കൊന്ന് അളിയന് പഴയ കോലം തിരിച്ചു കിട്ടോ? പെങ്ങളുടെ കാര്യം പിന്നെ പറയേ വേണ്ട. ആ പാവം കരഞ്ഞ് കരഞ്ഞ് കരഞ്ഞ്. ദേ സഹോദര, മതി മതി. ഇനി എല്ലാത്തിനും കൂടി ആകെ മൊത്തം ഞാൻ എത്ര തരണമെന്ന് പറഞ്ഞാൽ മതി. കാശുകൊണ്ടേ ഞാൻ ആശുപത്രിയിൽ വന്നേക്കാം. അല്ല, അതിപ്പോ മൊത്തത്തില് ബില്ല് കിട്ടിയത്. അതെ, മകനായിട്ടുണ്ടാക്കി വെച്ച പ്രശ്നമാണെങ്കിലേ അത് പരിഹരിക്കേണ്ടത് എൻ്റെ ഉത്തരവാദിത്തമാണ്. നിങ്ങൾ ധൈര്യമായിട്ട് ആശുപത്രിയിലേക്ക് വെക്കോ. ഞാൻ പണവുമായിട്ട് പിന്നാലെ വരാം. വരൂല അല്ലേ? വന്നേക്കാന്നേ. അപ്പൊ ശരിയെന്നാ. ആ, നിർഗുണനായ ദുഷ്ടൻ കുടില സംസാരവുമായി ചുറ്റി നടക്കുന്നു. അവൻ തുടർച്ചയായി അനൈക്യം വിതച്ചുകൊണ്ട് വഴിപിഴച്ച ഹൃദയത്തോടെ തിന്മയ്ക്കു കളമൊരുക്കുന്നു. സുഭാഷിതങ്ങൾ 6-ാം അധ്യായം 12-14 വാക്യങ്ങൾ. എന്താടി, നിനക്കൊന്നും പറയാനില്ലേ? ഇതൊക്കെയാണോ ഞാൻ സമാധാനത്തിൽ കൈകാര്യം ചെയ്യേണ്ടത്? എന്തൊക്കെ പുലിവാലുകളാണടി ഇവനൊക്കെ ഒപ്പിച്ചു വെച്ചിരിക്കുന്നത്. ഇപ്പൊ വന്നിട്ട് പോയില്ലേ? എന്താ അവന്റെ പേര്? ഇനി അയാളുടെ പേര് കണ്ടുപിടിച്ചിട്ട് നിങ്ങൾക്ക് എന്തിനാ? ആ, അത് നീ പറഞ്ഞത് ശരി. അയാളുടെ പേര് കണ്ടുപിടിച്ചിട്ട് നമുക്കെന്ത് കിട്ടാനാ? അവൻ പറയുന്ന കണക്കനുസരിച്ച് കാശ് കൊടുത്താൽ മതിയല്ലോ. ഡാംബ്രോസേ, ഈ കുരിശും വന്നോ? നീ എന്താ പറയണത്? അല്ല, അത് പിന്നെ നീ പറയണേക്കെ ഞാൻ കേട്ട്. അല്ല, ഞാനത് എൻ്റെ ഭാര്യയോട്. ഭാര്യയോട് നീ പറഞ്ഞോ? എന്തോരം വേണേലും പറഞ്ഞോ, എനിക്കൊരു വിരോധമില്ല. പക്ഷെ അത് ഈ ചാർലിയുടെ കാശിനെ ഒരു പരിഹാരം കണ്ടതിന് ശേഷം മാത്രം മതി. കേട്ടോ പെങ്ങളെ, എനിക്കൊരു കാര്യമുണ്ട്. ഞാൻ എല്ലാവർക്കും പണം കൊടുക്കുമ്പോഴേ ആളുകൾ ചിരിച്ചോണ്ടേ വാങ്ങാറുള്ളൂ. പക്ഷേ തിരിച്ചു ചോദിക്കുമ്പോ ഈ സന്തോഷം കാണില്ല, കാശും കാണില്ല. അപ്പോഴാണ് ചാർലിയുടെ തനി സ്വഭാവം മാറുന്നത്. ദൈവത്തെ ഓർത്ത് ആ സ്വഭാവം ഇവിടെ പുറത്തിടിപ്പിക്കരുത്.
എന്ത് ചെയ്തിട്ടാണെങ്കിലും നിന്റെ കാശ് ഞാൻ തരും. പക്ഷേ നീ എനിക്ക് കുറച്ച് സാവകാശം തരണം. ആഹാ, മോനെ പോലെ തന്നെ അപ്പനും സമയം ചോദിക്കണ. അല്ല, സമയം എന്ന് പറഞ്ഞ നീ എത്ര ഉദ്ദേശിക്കണത്? ചാർലി, എനിക്ക് ഒരാഴ്ച കൂടി. ഒരാഴ്ച? 3 ദിവസം? അത്ര സമയം ഞാൻ തരുള്ളൂ. അതിനുള്ളിൽ എന്റെ മുതലും പലിശയും എന്റെ വീട്ടിലെത്തിക്കണം. അറിയാലോ, വണ്ടിയുടെ ബുക്കും പേപ്പറും എന്റെ കയ്യിലാണ്. പിന്നെന്താ വേണ്ടെന്നേ ഈ ചാർലിക്കറിയാം. വാടാ. എന്താടാ? ആരാണ്? ഇത് അയാളാ, ആ ആശുപത്രി കിടക്കുന്ന ആളുടെ അളിയൻ. ഏതായാലും നീ ഫോണിട്. ഹലോ. എന്താടാ? ഇനിയിപ്പോ എന്താ ചെയ്യാ? നീ കാര്യം പറയ്. അത് അയാള് വീട്ടിൽ ചെന്ന് അപ്പച്ചനോടും അമ്മച്ചോടും കാര്യം പറഞ്ഞു എന്ന്. അപ്പൊ കാര്യങ്ങൾ എളുപ്പമായില്ല. നീ വണ്ടി വീട്ടിലേക്ക് വിടും. ഇതേത് കുറിച്ചാണാവോ? ഇതാ പലിശക്കാരൻ ചാർലിയാ. സംശയിക്കാനില്ല, അയാളും വീട്ടിൽ പോയിട്ട്. നീ വണ്ടി എടുത്തേ. ഇനി ഒരു കോൾ കൊടുക്കണ്ട. വേഗട്ടെ. ആ ചെക്കൻ ഫോൺ എടുക്കുന്നില്ല. എന്റെ അടുത്ത് അവന്റെ കളി. അവനുള്ള പണി ഞാൻ വീട്ടിലെത്തിച്ചിട്ടുണ്ടെന്നേ അവനുണ്ടാ അറിയണേ. നീ വണ്ടി ഇട്. ഒന്നല്ലോ. എടി ലില്ലി, കുടിക്കാൻ എന്തെങ്കിലും എടുത്തു വയ്ക്കി. റോഡിൽ നടന്നു പോകുന്ന ആളുകൾ വണ്ടി ഇടിച്ചിട്ടും പലിശയ്ക്ക് പണം കടം വാങ്ങി ഓഫീസിൽ പോകാതെ മൊബൈൽ ഓഫ് ചെയ്ത് ആളുകളെ പറ്റിച്ചെല്ലാം നടന്നിട്ട് ദേ തളർന്നു വന്നിരിക്കുക. പെട്ടെന്ന് കൊണ്ടുവന്ന് കൊടുക്ക്. അമ്പ്രോസേട്ടാ, അങ്ങനെയൊന്നും പറയരുത്. അവനാകെ വിഷമിച്ചിരിക്കുക. വിഷമിക്കൂടാ തോമസേ, വിഷമിക്കും. അപ്പനും അമ്മയും ധിക്കരിച്ചേ തന്നിഷ്ടക്കാരെ നടക്കുന്ന മക്കളെ വിഷമിച്ചില്ലെങ്കിൽ അത്ഭുതപ്പെടാനുള്ളൂ. എന്താ നിന്റെ ഉദ്ദേശം? ഇത്തരത്തിൽ മുന്നോട്ട് പോകാനാ ഭാവമെങ്കിലേ ഇവിടെ നിർത്തിക്കൊള്ളണം. അല്ലെങ്കിൽ എനിക്ക് ബുദ്ധിമുട്ടാ. അമ്പ്രോസേട്ടാ, പിന്നെ ഞാൻ എന്താടാ പറയേണ്ടത്? ഇവൻ എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാക്കി വച്ചിരിക്കുന്നത് നിനക്കറിയാമോ? എനിക്കത് അറിയാൻ ചേട്ടാ. അവനെല്ലാം എന്നോട് പറഞ്ഞിട്ടുണ്ട്. ആഹാ, അപ്പൊ അത് കൊള്ളാം. അപ്പൊ നീയും കൂടി അറിഞ്ഞിട്ടാണ് കാര്യങ്ങളൊക്കെ. എടാ, നീ എന്ത് കാര്യത്തിനാ ആ ചാർലിയുടെ കയ്യിൽ നിന്ന് പലിശയ്ക്ക് കാശെടുത്തത്? അത് പിന്നെ ഹോസ്പിറ്റലില്. നീ ഹോസ്പിറ്റലിൽ പോയതിനും അവിടെ പണം ചെലവാക്കിയതിനൊന്നും ഞാൻ നിന്നെ ഒരിക്കലും കുറ്റം പറയില്ല. പക്ഷേ ഇത്രയും വലിയൊരു കാര്യം നടന്നിട്ടും നീ ഒരു വാക്ക് ഞങ്ങളോട് പറഞ്ഞോ?
ആളുകളാർക്കും പറ്റും. വണ്ടി ഇടിക്കുന്നതും ആശുപത്രിയിലാക്കുന്നതും ഒക്കെ ലോകത്തിൽ ആദ്യമൊന്നുമല്ല. പക്ഷെ സത്യം പറയണം. അപ്പനോടോ അമ്മയോടോ അത് പറയണം. അല്ലെങ്കിലേ കണ്ട പലിശക്കാരെല്ലാം വഴിയിൽ പിടിച്ചു നിർത്തും. മതി അവനെ വഴക്ക് പറഞ്ഞത്. മോൻ വിഷമിക്കണ്ട. ആ പണം അപ്പച്ചൻ കൊടുത്തോളൂ. ഓ, അപ്പച്ചൻ കൊടുത്തോളൂ. നീ ഇവിടെ കൊണ്ടുവന്ന് വെച്ചിരിക്കല്ലേ? പുന്നാര മോൻ ഓരോ പ്രശ്നങ്ങൾ ഉണ്ടാക്കിക്കൊണ്ട് വരുമ്പോൾ എടുത്തു കൊടുക്കാൻ. കൊടുക്കാതെ പിന്നെ? പണം കൊടുക്കാതിരുന്ന ആ ചാർലി സമ്മതിക്കുവോ? അപ്പച്ചൻ അമ്മച്ചിയെ വഴക്ക് പറയണ്ട. തെറ്റ് ചെയ്തത് ഞാനല്ലേ? അറിയാതെ ആണെങ്കിലും ഞാനതിൽ പെട്ടുപോയില്ലേ? സത്യം എന്താന്ന് ആർക്കെങ്കിലും അറിയോ? എന്ത് സത്യാടാ നിനക്ക് പറയാനുള്ളത്? ചാർലിയുടെ കയ്യിൽ നിന്ന് പണം വാങ്ങിയിട്ടില്ലെന്നോ അതോ അയാളെ വണ്ടി ഇടിച്ചിട്ടില്ലെന്നോ? ഇപ്പോൾ ചേട്ടൻ പറഞ്ഞ കറക്റ്റാ. ഇവന്റെ വണ്ടി അല്ല അയാളെ ഇടിച്ചത്. പിന്നെ എന്റെ മോനെ, എന്താ സംഭവിച്ചെന്ന് നീ ഒന്ന് തെളിച്ചു പറയേ. എൻ്റെ അമ്മച്ചി 2 ആഴ്ച മുമ്പാ ആ എയർപോർട്ട് റോഡിൽ കൂടെ ഞാൻ പോകുമ്പോ ഈ പറഞ്ഞ ആള് വേറെ ഏതോ വണ്ടി ഇടിച്ച് റോഡിന്റെ സൈഡിൽ കിടക്കുന്നത്. എന്റെ ടൂ വീലർ ഞാൻ സൈഡിൽ ഒതുക്കി വെച്ച് ഇറങ്ങിച്ചെന്ന് അയാളെ താങ്ങിയെടുക്കുമ്പോഴാ അവിടെ ആളുകൾക്ക് കൂടിയത്. ഇവന്റെ കഷ്ടകാലത്തിന് ആളുകളെല്ലാം കൂടി ഇവന്റെ വണ്ടി ഇടിച്ച അയാൾ വീണതെന്ന് വരുത്തി തീർത്തു. എന്റെ വ്യാകുല മാതാവേ. അയാളെ വണ്ടിയിൽ കൊണ്ടുപോകാൻ തുടങ്ങുമ്പോഴാ ഈ തോമസേട്ടൻ അവിടെ എത്തുന്നത്. ഇവനെ കാറിൽ കണ്ട അതിനൊപ്പം ഞാനും കാറിൽ കയറിയത്. പിന്നെ ഹോസ്പിറ്റലിൽ ചെല്ലുമ്പോഴാണ് ഇവൻ നടന്നതല്ല എന്നോട് പറയുന്നത്. നിങ്ങൾ ഇതുവല്ലതും കേൾക്കുന്നുണ്ടോ? അല്ല, ഈ 2 ആഴ്ച മുമ്പെന്ന് പറയുമ്പോഴേ അത് ശരിക്കും എന്നാ? കൃത്യമായിട്ട് പറഞ്ഞ അപ്പച്ചന്റെ സാറിനെ എയർപോർട്ടിലാക്കാൻ പോയില്ലേ, അന്നാ. അയാൾ ഇട്ടിരുന്നത് ഒരു ചുവപ്പ് ഷർട്ടായിരുന്നു. അതെ, ഒരു ചുവപ്പ് ഷർട്ടായിരുന്നു. അല്ല, അതെങ്ങനെ അപ്പച്ചനറിയാം? നിങ്ങൾ ഇതെന്താ ഒന്നും മിണ്ടാത്തത്? ലില്ലി, തെറ്റുപറ്റിയത് എനിക്കാ. നമ്മുടെ മോൻ ചെയ്തത് തെറ്റല്ല, ഒരു വലിയ ശരിയാ. ഞാൻ ചെയ്ത തെറ്റിന് പരിഹാരമായിട്ടുള്ള ശരി. അന്ന് സാറിനെ എയർപോർട്ടിലാക്കി തിരിച്ചു വരുന്ന വഴി എനിക്ക് പറ്റിയ അബദ്ധം. ആരും കണ്ടില്ലെന്ന് കരുതി ഞാൻ അവിടുന്ന് രക്ഷപ്പെട്ടു പോരുകയായിരുന്നു. പക്ഷേ എല്ലാം അറിയുന്ന ദൈവം എന്റെ തെറ്റ് തിരുത്താൻ നിന്നെ അവിടെ എത്തിക്കുകയായിരുന്നു. ഇതിന്റെ പേരില് നിന്നെ ഞാൻ എന്തോരം കുറ്റപ്പെടുത്തി. നീ എന്തോരം ടെൻഷൻ അടിച്ചു. നീ അപ്പച്ചനോട് ക്ഷമിക്കടാ മോനെ. തെറ്റുകൾ മറച്ചുവെക്കുന്നവന് ഐശ്വര്യമുണ്ടാവുകയില്ല. അവ ഏറ്റുപറഞ്ഞ് പരിത്യജിക്കുന്നവന് കരുണ ലഭിക്കും. സുഭാഷിതങ്ങൾ 28-ാം അധ്യായം 13-ാം വാക്യം. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ അറിയിക്കുക. ദി പ്രൊഡ്യൂസർ, വചനം പറയുന്നത്, ഡിവൈൻ വിഷൻ, ഡിവൈൻ റിട്രീറ്റ് സെന്റർ, മുരിങ്ങൂർ PO, ചാലക്കുടി 680309. ഫോൺ 8891952600. ഇമെയിൽ വചനം പറയുന്നത് @gmail.com.